ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനൽ വ്ളോഗിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ചെറിയ കുറച്ച് പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. ഡ്രസീന പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ കുറച്ച് വെറൈറ്റി ഉണ്ട്, ഒരു 7-8ഓളം വെറൈറ്റി ഡ്രസീന പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കുഴിച്ചിടുമ്പോഴൊക്കെ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ഹെൽത്തി ആയിട്ട് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ ഡ്രസീന പ്ലാന്റിനെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു വെറൈറ്റീൻ്റെ പേരാണ് ഡ്രസീന മാർജിനേറ്റ. ഇതിൻ്റെ ഒരു ലീഫ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നല്ല നീളത്തിൽ വരുന്ന തിന്നായിട്ടുള്ള ലീഫാണ്. ഇതിൽ തന്നെ നമുക്ക് 2 വെറൈറ്റി ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ഗ്രീന്, യെല്ലോ, അതുപോലെ തന്നെ ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് അറ്റത്ത് കൂടെ പോകുന്നുണ്ട്. അതാണ് ഈ ഒരു ഡ്രസീന പ്ലാന്റ്. ഈ ഡ്രസീന മാർജിനേറ്റ തന്നെ ഒരു വെറൈറ്റിയും കൂടി ഉണ്ട്. നമുക്ക് അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡ്രസീന മാർജിനേറ്റേൻ്റെ 2ാമത്തെ വെറൈറ്റിയാണ്. ഇത് മഞ്ഞ ഷെയ്ഡിന് ഉപരി നല്ല പിങ്ക് ഷെയ്ഡ് നല്ല അറ്റത്ത് കൂടെ വരുന്നുണ്ട്. നമുക്ക് 2 ഷെയ്ഡിലും കാണുമ്പോൾ മനസ്സിലാവുക, രണ്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറിലാണ് വരുന്നത്. ഇത് വേറെ വെറൈറ്റിയാണ്. നമ്മൾ സോങ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയായിട്ട് സാമ്യമുള്ളതാണ്. ഇതിൽ വരുന്നത് ഒരു 3 കളറാണ്. ഗ്രീൻ കളറുണ്ട്, അതുപോലെ തന്നെ ഒരു ഡാർക്കായിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ പിങ്ക് ഷെയ്ഡുമാണ് വരുന്നത്. അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡ് അതിൻ്റെ അറ്റത്ത് വരുന്നുണ്ട്. ഇത്രയും കളറ് ഉണ്ട്. നമുക്കത് നേരിട്ട് കാണുമ്പോഴാണ് നന്നായിട്ട് മനസ്സിലാവുന്നത്. ഇതൊക്കെ നമ്മൾ പോട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇത് ഡ്രസീന പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകളെ ഭംഗിയോണ്ട് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഡ്രസീന പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മളതുപോലെ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സാധാ നിലത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രസീന പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. നല്ല ഹൈറ്റിൽ മരം പോലെ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ പോട്ട് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നല്ല നീളത്തിൽ തന്നെ ഇതിൻ്റെ ലീഫ് വരുന്നതാണ്. ഡാർക്ക് ഗ്രീനിൽ നല്ല യെല്ലോ കളർ ബോർഡർ വരുന്നതാണ് ഈ ഒരു ചെടിയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഡ്രസീന ചെടിയിൽ വരുന്ന ഒരു ഡ്രസീനാൻ്റെ പിങ്ക് വെറൈറ്റിയാണ്. ഇതാണ് നമ്മളെല്ലാവരുടെ വീട്ടിലും കോമൺ ആയിട്ട് ഉണ്ടാകുന്നൊരു ചെടിയാണ്. ഇത് നമ്മുടെ ഡ്രസീനയിൽ വരുന്ന മറ്റൊരു അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല നീളത്തിൽ. ഡ്രസീന എവർഗ്രീൻ ആണ് ഈ ഒരു ചെടീൻ്റെ പേര്. എവർഗ്രീൻ എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഗ്രീൻ കളറിലുള്ള ലീഫാണ് ഇതിന് വരുന്നത്. നല്ല കുറ്റി കുറ്റിയായിട്ട് നല്ല നീണ്ടിട്ട് വരുന്നതാണ്. നമ്മൾ ആവശ്യാനുസരണത്തിന് വെട്ടി കൊടുക്കാവുന്നതാണ്. നമ്മൾക്ക് കുറച്ച് ലെങ്ത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ചൂടായത് കാരണമാണ് ഇപ്പോൾ ഇലകളിലൊക്കെ മഞ്ഞയായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഡ്രസീനേൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. കാലങ്ങളായിട്ട് പണ്ട് മുതലേ നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇത് ഡ്രസീനേൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടാണെന്ന് നമുക്കൊക്കെ ഈ അടുത്താണ് അറിയാൻ പറ്റുന്നത്. കാരണം ഇപ്പോഴാണ് ഈ ഇലച്ചെടികളൊക്കെ ട്രെൻഡിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതിൻ്റെ ഒരു പീസ് പണ്ടത്തെ തന്നെയാണ്, അതിൻ്റെ ഒരു പീസ് ഇപ്പോഴും ഉണ്ട്. ഇത് നമ്മൾ സാധാ മണ്ണിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ഡ്രസീനേൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കളറ് ലീഫുകൾ യെല്ലോ കളറായിട്ട് വരാറുണ്ട്. നമ്മളടുത്ത് കിട്ടിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ഇത് ഡ്രസീനയിൽ വരുന്നൊരു വേറൊരു വെറൈറ്റിയാണ്. യെല്ലോ കളറാണ് ഇതിന് മെയിനായിട്ട് അട്രാക്ഷൻ കൊടുക്കുന്നത്. പിന്നെ ഗ്രീൻ കളറും ഒക്കെ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഡ്രസീന കളക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ഡ്രസീന പ്ലാന്റ് നമ്മളെ കളക്ഷൻസൊക്കെ ഒന്ന് കാണിച്ചു തന്നു മാത്രം. ഡ്രസീന പ്ലാന്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വെറൈറ്റി കളക്ഷൻസൊക്കെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.